കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി പോവാണ്. വൈപ്പിലാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് മീൻ മേടിക്കാൻ പോവാം കേട്ടോ. അവിടെ ആകുമ്പോൾ നല്ല അടിപൊളി മീനൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൈക്കിൽ എന്താക്കുകയാണ്, മീൻ മേടിക്കാൻ വേണ്ടി പോവാണ്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. ഒരു ധാരണ ഉണ്ട്, ഗർഭിണി ആയിരിക്കുമ്പം ട്രാവൽ ചെയ്യാൻ പറ്റുമോ ബൈക്കിൽ എന്നുള്ള കുറേ പേർക്ക് കുറേ പേടി ഉണ്ടാവുമല്ലേ. നമ്മൾ ഹെൽത്ത് ഓക്കെയാണ്, നമുക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് ട്രാവൽ ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കുഴി കുണ്ട് കേരളത്തിലെ റോഡ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ കുഴി കുണ്ട് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ചാടി ഇറങ്ങി ഭയങ്കര സെറ്റപ്പായിട്ടൊന്നും പോകാൻ പറ്റൂല. നോക്കിയും കണ്ടും മെല്ലെ യാത്ര ചെയ്യുന്നതുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ മേടിക്കുന്ന സ്ഥലത്തിൻ്റെ മുന്നേ എത്തുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ അടിപൊളിയാണ് കേട്ടോ. കുറേ വഞ്ചികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടും ബഹളവും എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ കൊച്ചി അടിപൊളിയാണ് ഗൈസ്. പിന്നെ ജീവിക്കാനും നല്ല സ്ഥലമാണ്, പക്ഷെ പൈസ വേണം, അത്രേ ഉള്ളൂ. ഇത് നമ്മളെ മീൻകടകളാണ് കേട്ടോ. പക്ഷേ നമ്മൾ ആദ്യം മീൻ മേടിക്കുന്നില്ല, നമ്മൾ ആദ്യം ബീച്ചിലോട്ടാണ് പോണത്. കുറേ കടകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയേക്കുന്നു കേട്ടോ. പണ്ടൊക്കെ ഒരുപാട് കടകളുണ്ട്, എന്തോ ഇഷ്യൂ ആണ് തോന്നുന്നത്. അപ്പോൾ വൈപ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആ കാണുന്നത് കണ്ടത് ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ. ഈ വൈപ്പിൻ ഈ ബോട്ട് ചട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ജങ്കാറിൽ അങ്ങോട്ടേക്ക് ഫോർട്ട് കൊച്ചി പോകാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരേ ഉള്ളൂ വൈപ്പിൻ ടു ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് പോകാനുള്ള ദൂരമുള്ളൂ. ഇച്ചിരി ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അത് കായലാണോ കടലാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഐ തിങ്ക് രണ്ടും കൂടി ചേർന്ന ഒരു തുറമുഖം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴേക്കും ഒരു ചെറിയ ചാപ്പലൊക്കെ കണ്ട് അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ എല്ലാ സൈഡിൽ കൂടെ നടന്നപ്പോൾ ഒരു വാക്ക് വേ കണ്ടു. അപ്പം ഞങ്ങൾ ആലോചിച്ചു നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന്. നമ്മൾ ബീച്ചിൽ പോവാം എന്നുള്ളൊരു വൈബിലാണ് വന്നത്. പക്ഷെ നമ്മൾ ബീച്ചിലല്ല ഗൈസ് കണ്ടുപിടിച്ചത് വേറൊരു ബീച്ചാണ്. ആക്ച്വലി നമ്മൾ എപ്പോഴും പോകുന്നത് നമ്മുടെ വൈപ്പിലെ ലൈറ്റ് ഹൗസ് ബീച്ചിലാണ്. അത് എപ്പോഴും സ്ഥിരമായിട്ട് പോകുന്ന, അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് വന്നിട്ട് നമ്മൾ മീൻ മേടിച്ചിട്ട് പോവാറാണ്. പക്ഷെ ഇന്ന് നമ്മൾ വെറൈറ്റി മീൻ, പിടയ്ക്കണ മീൻ കിട്ടുന്നൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ സ്ഥലത്ത് വന്നപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത് ഗൈസ്. ഇവിടെ മൊത്തം ചീനവലയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടേക്കാണ്. പക്ഷേ ഇന്ന് ഭയങ്കര കാറ്റായതുകൊണ്ട് തന്നെ അവർ ചീനവലൊന്നും ഇട്ടിട്ടില്ല, മീനൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ കാര്യത്തിൽ ഭാഗ്യമില്ലെങ്കിലും അടിപൊളി സൺസെറ്റും നല്ലപോലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നടക്കാനും ഒച്ചയും വിളിയും ശബ്ദമൊന്നും ഇല്ലാതെ റിലാക്സ് ആയിട്ട് ആകെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറേ ചപ്പുചാവറുകൾ വാരി വലിച്ചിട്ടത് മാത്രമേ ഉള്ളൂ. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അടിപൊളി പ്ലേസ് കേട്ടോ. ഇതാണ് ബീച്ച്, നല്ല അടിപൊളി. അങ്ങനെ അധികം ബഹളമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. എനിക്കൊന്നാമത് മൈൻഡ് ഭയങ്കര ഡൗൺ ആയിരുന്നു, കാരണം ജോലി, വീട്, ഫുഡ് ഉണ്ടാക്കിയത് എന്തെന്നാണ് എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വെച്ചാൽ. അപ്പം നല്ലൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. ഏകദേശം ഈ കൊച്ചിക്കാർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും ഈ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതൊക്കെ. കുറേ പേർക്ക് അറിയാത്തവരുണ്ടാവും. എന്തായാലും എല്ലാവർക്കും ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു തരുന്നില്ല, എല്ലാവരും വന്ന് അലമ്പാക്കിയാലോ, പിന്നെ ഞങ്ങൾക്ക് വരുമ്പോൾ സമാധാനം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് വൈപ്പിനിൽ തന്നെ ഉള്ളതൊരു സ്പോട്ടാണ്. അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ടായിട്ട് ആൾക്കാർ. അപ്പോൾ ഞാൻ മെല്ലെ മന്ദം നടന്നു പോയി. അവിടെ മറ്റേ ചീനവലയൊക്കെ വെച്ചേക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയുക, അങ്ങനെ സെറ്റപ്പൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിലിങ്ങനെ പേടിയുണ്ടായിരുന്നു, അതെങ്ങാനും പൊട്ടി വീണാൽ ഞാൻ താഴെ വീണാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞുവാവ് വയറ്റിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു, ദൈവമേ എങ്ങാനും വീണാലോ എന്ന്. ഞാൻ മെല്ലെ ആട്ടോ പോയത്. അപ്പോൾ നല്ല രസമായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ പ്രഗ്നൻസിയൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൽത്തിന് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കാം ആൻഡ് ക്വയറ്റായ ഫീലിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്തൊക്കെ നിങ്ങളൊന്ന് പോയി സ്പെൻഡ് ചെയ്യുക. മിക്കവാറും ഹസ്ബൻഡൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ മാക്സിമം നോക്കുക. അത് നമ്മളെ മൈൻഡ് റിലാക്സിങ് ആണ്. അതുപോലെ നമുക്ക് സ്ട്രെസ്സ് കാര്യങ്ങൾ, മൂഡ് സ്വിങ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക മാറ്റം ഉണ്ടാവാൻ പറ്റും കേട്ടോ. ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വലിയൊരു കൂറ്റ ഷിപ്പ് അതിൽ കൂടെ അടുത്ത് കൂടെ പോകുന്ന കണ്ടത്. ഞാനിങ്ങനെ നെട്ടിപ്പോയി. എന്ത് വലിയ സാധനമാണ്. എൻ്റെ കെട്ടിയ ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഷിപ്പിൽ കയറിയൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് പുള്ളിക്ക് ഇത് കാണുമ്പോൾ കൗതുകമൊന്നുമില്ല, പക്ഷെ കയറിപ്പോകാൻ ഭയങ്കര താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഷിപ്പ് യാർഡിലുള്ള സമയത്ത് നമ്മളും കണ്ടിട്ടുണ്ട് ഷിപ്പ് അടുത്തുനിന്നൊക്കെ. എന്നാൽ ഈ കടലിൽ കൂടെ പോകുന്ന ആളുമ്പോഴേക്കും ഭയങ്കര കൗതുകമായി. ഞാൻ വയനാട്ടുകാരി ആയതുകൊണ്ടായിരിക്കും എനിക്കിത് ഭയങ്കര
കൗതുകം തോന്നിയത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ചാകരയാണ് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് മീനുകളെ മേടിക്കാറുള്ളൂ. നമ്മൾ ഹെവി ആയിട്ട് വാങ്ങി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നത്തൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയാം, ആ സാധനം മേടിച്ചു. ഞാൻ മിക്കവാറും ക്ലീൻ ചെയ്ത് വെച്ച മീനായിരിക്കും വാങ്ങുന്നത് കേട്ടോ. അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, വീട്ടിൽ പോയി ക്ലീൻ ചെയ്ത് കഷ്ടപ്പെടണ്ടല്ലോ. പിന്നെ നല്ല പച്ച മത്തി ഉണ്ടായിരുന്നു, അത് ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലാന്ന് ഞാൻ വാങ്ങി കേട്ടോ. കാരണം വറുത്ത് തിന്നാലോ എന്ന് വെച്ചിട്ട് കുറച്ച് മത്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഇങ്ങനെ തിളങ്ങുന്ന ഫിഷ് കേട്ടോ, അടിപൊളി. അപ്പോൾ അതും ഒരു 100 രൂപയ്ക്ക് വാങ്ങി. ഞങ്ങൾ കുറച്ച് മീനുകളെ വാങ്ങാറുള്ളൂ. അതൊക്കെ എടുത്ത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് ആവശ്യമുള്ള എടുത്ത് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ മാക്സിമം നല്ല മീൻ തന്നെ കിട്ടുമല്ലോ എന്നുള്ളൊരു സമാധാനം, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കുറച്ച് അവിടുന്ന് പച്ചക്കറികൾ, ഒരു അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളും കുറച്ചധികം മീനുകളും വെറൈറ്റീസ് ഓഫ് മീനുകൾ കുറച്ച് മേടിച്ച് കവറിലൊക്കെ ആക്കി ബൈക്കിൽ കെട്ടി ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീച്ചിൽ പോവുക, ഒരു ഫിഷ് വാങ്ങാനാണ് മെയിൻ ഫോക്കസ് ചെയ്തത്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചൊന്ന് മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കപ്പിൾസായിട്ട് ഞങ്ങളിങ്ങനെ കൈയൊക്കെ പിടിച്ചൊന്ന് നടന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നടന്നെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളൊരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. നിങ്ങൾക്ക് പ്രഗ്നൻസി, ട്രാവൽ റിലേറ്റഡ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, അറിയുന്ന പോലെ ഇടാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.